ഹലോ ഗൈസ്, അങ്ങനെ ഞാനും കൂടി വാണിയംകുളം ചന്ത കാണാൻ വരുന്നു. ചന്ത കണ്ടുപോയിനിപ്പോ വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടില്ല ഏറ്റവും വലിയ ചന്ത കന്നുകാലി ചന്ത ഉണ്ട്, വാണിയംകുളം ചന്തയാണ്. എന്തതൊരു ലോകല്ലേ. അങ്ങനെ പൈക്കിട്ടേ അനുവിന് നല്ലൊരു കമ്പുണ്ട്, അനുവിന് നല്ല കമ്പുണ്ട് ഒന്നിനെ വാങ്ങാന്. ഓ ഇവിടെ പഴയ തനിമ നേർന്നതിന്റെ ചന്ത കേട്ടോ. കഴിഞ്ഞാവോ ഇതല്ലേ? ഓ അനു ഒരു വണ്ടിക്കടി വണ്ടിയാൽ നിർത്തിയിട്ട മാതിരിയാണ്. എന്താ ചായ? ചായ വാണിയംകുളം ചന്തക്ക് വന്നിട്ട് അതിൻ്റെ മേലുള്ള ചായപ്പൊരി ചായയും കുടിച്ചുകൊണ്ടൊക്കെ അന്നാളങ്ങനെ നോക്കാൻ അടിപൊളിയാ. നെയ്യപ്പം ചായക്കറി എമ്മ ടേസ്റ്ററോ. അതിനു രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങി. ബൈക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാവാതായി. പിന്നെ അതിൻ്റെ ഇടയിൽ പമ്പിൽ എണ്ണ അടിച്ചാൽ കയറിയപ്പോ പമ്പ് കേടന്നു. അങ്ങനെ ഒരുവിധമൊക്കെ ഓടിച്ചാടി ഞങ്ങൾ ഇവിടെ എത്തി. വന്നപ്പോ ആണെങ്കിൽ അടിപൊളി അല്ലേ. എന്ന് വരണം നമ്മളിവിടെ സ്ഥലം അറിയാതെ പോയി. അപ്പൊ ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടി കണ്ടെന്നെ ഒന്നുകൂടി വരും. എന്നിട്ട് ഒരു 4 പോത്തിനായി അല്ലേ, 4 പോത്തുംകുട്ടികളെ വാങ്ങിയിട്ട് 4 പോത്തുംകുട്ടികളെ ഞങ്ങൾ വാങ്ങും. 10ാം ക്ലാസ്സിന് കഴിയാട്ടാ. ഈ മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ സീനാണ്. അതൊരു കാരണമാവും. അതെ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +2 പോകും. പക്ഷെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ടപ്പായിട്ട് അത് തുടങ്ങി വെക്കും. നാരണം ഇതതിൻ്റെ കൂട്ടത്തിൽ കൂടി അങ്ങനെ പോകും. പഠനം നമ്മൾക്ക് മുൻഗണന കൊടുക്കും അല്ലേ. അങ്ങനെ നമ്മൾ വാണിയംകുളം ചന്ത കാണാൻ വന്നതാണ്. വാണിയംകുളം ചന്ത പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാവരും ഒഴിവിട്ടുന്ന സമയത്ത് ഒന്ന് ചന്ത ഒന്ന് കാണാം. ഇത് ഇവിടുന്ന് ഒരു ചായപ്പൊരിന്നൊരു ചായ അത് നോക്കാൻ നമുക്ക് ചായ വാങ്ങി തന്ന അനുവിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനി ചന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവാണ് അല്ലേ. ചന്തന കണ്ണാളൊക്കെ അടുത്ത് നിന്ന് നോക്കണം നമുക്ക്. നല്ല വാലുണ്ടോ, തലുണ്ടോ, ചൊറുക്കുണ്ടോ എന്നൊക്കെ അല്ലേ. 2 ചായ, ഒരു പഴംപൊരി, ഒരു നെയ്യപ്പം. ഇവിടെ 48. അവർക്ക് അറിയാത്ത ആളെന്നല്ല ആവും. അയാളറിയോ? കൂടുതലറിയോ?
കന്ന് വിൽക്കട്ടെ ഒരെണ്ണം കഴിഞ്ഞിട്ടാണെങ്കിൽ വഴിയില്ല നമ്മുടെ ചങ്കില്ലേ മാറ്റേണ്ട ചങ്കേ ഇത് ഒരുപാട് മാറ്റേണ്ട പാപ്പ മാറ്റേണ്ട അനിയോ എന്താ അവസ്ഥ? നമുക്ക് പറ്റിയുണ്ടോ? നമുക്ക് പറ്റിയ നോക്കണല്ലേ? എന്താ നടക്കുവോ? കച്ചവടം നടക്കണിങ്ങനെ കാണാനല്ലേ? അങ്ങോട്ട് വിട്ടി ഇറങ്ങാണ്ട് നടക്കണ്ട. അനിയോ എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് നടക്കണം? കാരണം അന്നിങ്ങാട്ടി ചെറിയ ചെക്കന്മാരാണ് അവിടെ കന്നും പിടിച്ച് നിൽക്കുന്നത് അല്ലേ? അതിൻ്റെ ഓരോ കൊമ്പൊക്കെ ആനക്കൊമ്പിനും കാട്ടി വലിപ്പം കുറച്ച് വേണമെങ്കിൽ കുറക്കല്ല. ചെറിയൊരു ആനക്കുട്ടിൻ്റെ കൊമ്പ്. അനിയോ കന്നാളടി പെട്ടല്ലോ, എങ്ങനെ പോവാ? വന്ന വഴി മറക്കരുത് അറിയും. അപ്പൊ വന്ന വഴി ഇല്ലെന്ന് അറിയില്ല. തട്ട് കിട്ടുമെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. തല്ലിന്റെ സൗണ്ടല്ലേ? ഓ നോക്കാനോ? ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഏത് വന്നെടുക്കാം. ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്. അപ്പുറത്താണ് ലാർജ് അയിമ നോട്ട് ചെയ്ത് വെച്ചോണല്ലേ എം അല്ലേ? ഇതൊക്കെ മീഡിയം സൈസ് ആണ്. അപ്പുറത്ത് കുറച്ച് ലാർജ് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നതിൽ കണ്ടിയിൽ ഏറ്റവും വലിയൊരു സാധനം. ഓ ഇതൊക്കെ ചെറുത്. ഇത് നോക്ക്, ഇതിനെ കൊണ്ടുപോയപ്പോ ഞാൻ വാങ്ങിയാലോ നമ്മള്? ഞാൻ വാങ്ങിയാ ഇതെന്താ ജെല്ലിക്കിട്ടില്ല? അനിയാ നോക്കിയാ അങ്ങ് കമ്പണ്ടല്ലോ. എന്നിട്ട് ഇണങ്ങിക്കണോ? ഒന്നിച്ച് തൊട്ടിട്ടൊത്ത് കാട്ടണില്ല. പരമ്പ 2 മുഖേരൊക്കെ ഇട്ട് കെട്ടിക്കണോ? അനിയാ എന്താ ഉണ്ട്? വണ്ടി വിളിച്ചണാ?
എത്ര വർഷമായി? ഒരുപാട് കന്നാളുണ്ടല്ലേ? എല്ലാരും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കെട്ടണെന്താ വെച്ചാല് കുത്താതെക്കാനല്ലേ? അല്ലെങ്കിൽ കുത്തതേ ആ 2 കയറൊക്കെ ഇട്ട് കെട്ടിണ്ടല്ലേ? 2 കയറും ഇടിച്ച് കൊല്ലേ കൂറ്റന്മാരല്ല ഇതിന് ബാക്ക് പോയി തൊടാൻ പറ്റില്ല അല്ലേ? ബാക്ക് പോയി തൊട്ടാല് തൊട്ടാ അപ്പൊ കാലുകൊണ്ട് അടിക്കും. ചിലവരെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ അടിക്കും. ഇതൊക്കെ എന്താ ഈ കളറൊക്കെ തയ്ക്കാണ്ട് അത് ജല്ലിക്കെട്ടിൻ്റെ ആ കളറില് വരുന്നുണ്ട്. ചിലത് കുത്തും. അനിയോ പുതിയതാ ഒരിക്കലും പറയില്ല. അങ്ങനെയുള്ള വിചാരം നിൽക്കില്ല. ഞാനൊരു അംശം നിങ്ങളൊരു അംശം വിചാരക്കാരിയല്ലോ. നിങ്ങൾക്ക് 10 രൂപ യാതൊരു തൊടാൻ കുത്ത് കിട്ടിയാല് കയ്യെത്തുന്ന ആളാണ്. നമുക്ക് പോവാൻ ഞാൻ വിളിക്കാം. ടോട്ടലില്ല ഓരോ നമ്പറൊന്ന് കിട്ടിയ ചെക്കനൊന്ന് വിളിച്ചിങ്ങാണ്ട് ആ തൗത്തൊന്ന് പണിയെടുക്കാൻ പിന്നെ എവിടം വരെ വേണം അത് കാണിച്ചു കൊടുക്കണം. എവിടം വരെ ഒഴിവാക്കാനുള്ളത് ഒഴിവാക്ക്. അല്ലല്ല ഒഴിവാക്കട്ടെ. കുഴപ്പമില്ല. ഇത് വേണം ഇത് വേണം ഇതിന് മാത്രമായി അതിന്റെ കാര്യമുണ്ട്. ഇത് ഒരു
ഫുള്ള് കച്ചവടമായിട്ടോ വരികളല്ലേ? അതേമാതിരി നമുക്ക് വന്ന് കണ്ട് എടുക്കണല്ലേ? അതേമാതിരി നമ്മളതേമാതിരി ലൈന് ഫുള്ള് എടുക്കും. ഒരു ലൈന് ഫുള്ള് എടുക്കാം നമ്മളെ. 10 15 ഒറ്റടിക്ക് എടുത്തുകാണ്ടേ നമ്മ മറ്റേ ഡയലോഗ് 6 പോത്തോളും 3 ചീട്ടുകൾ ഇറങ്ങി വെള്ളാടിയാരെ വ്യാപാരം തുടങ്ങിയാണ്. എനിക്ക് 6,000 ലോഡിന്റെ വ്യാപാരമുണ്ട്. അല്ല അടിങ്ങനെ കിട്ടും. ഇജിങ്ങനെ തല്ലൂലല്ലോ? എനിക്ക് ഭയങ്കര സ്നേഹമല്ലേ നിങ്ങളോട്? തലോടുള്ളല്ലേ? നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല അല്ലേ? വാല് മുറിഞ്ഞാ അനു വരുന്നാലും മുഴുവൻ വടി എടുത്ത് കണ്ട് എല്ലാത്തിനും ഒന്ന് തച്ചു നോക്കുക. നമ്മളൊന്ന് മുട്ടി നോക്കൂലേ? അതേമാതിരി മുട്ടി നോക്കൂല. അതേമാതിരി എല്ലാവരും വന്നാണ് ഒന്ന് മേടി നോക്കുക. ആരാ ഓരുന്നോ ഞങ്ങളെ കൂടെ വല്യാട്ടിലേക്ക് കൊണ്ടുപോയാ? അന്നേറ്റല്ലേ ഏത് അടങ്ങുണ്ടല്ലോ. ഇജ്ജ് വരുമ്പോ ഇങ്ങനെ തല കത്തി തരാ, നേത്ത് ചാരുക. നമുക്ക് മനസ്സിലായി ഭയങ്കര സ്നേഹിയാണ്, ഭയങ്കര സ്നേഹിക്കണ ആളാണ്. നമ്മളെന്തായാലും വാങ്ങൂട്ടോ, ഞങ്ങളൊന്നും വാങ്ങും. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒരു 1.5 ഫാമടത്തിൽ. ഒരു രക്ഷയില്ല. പോത്താൾ മതി നമുക്ക്. പറഞ്ഞാൽ കേൾക്കാത്തവന്മാരാണ് നമ്മൾ പോവാത്തകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ലത് പറഞ്ഞാൽ കേൾക്കാത്ത പോവാത്തകള് മതില്ലേ? പശുക്കളാകുമ്പോ എന്താ ഇപ്പൊ നല്ല നോക്കി നടത്തണ്ടേ, പിന്നെ കുളിപ്പിച്ച് എണ്ണൊക്കെ തേച്ച് കുറെയൊക്കെ തൊട്ടല്ലേ? പോത്താകുമ്പോ എന്താ വെച്ചോ? തോട്ടുകൊണ്ട് ആറ്റങ്ങളെ തോട്ടിക്കണ്ട് ഇറക്കി വിടാ പാടത്ത്. എന്നിട്ട് അറ്റങ്ങൾ ആ ചളിയിൽ അങ്ങനെ മറിഞ്ഞു. അപ്പൊ പോത്താളാക്കാൻ മതി. അപ്പോൾ ഇനി വെക്കേഷൻ പറ്റ ഞങ്ങളൊരു 4-5 പോത്താൾ വാങ്ങും. നല്ല പോത്താൾ വരുന്നു. നമുക്ക് ചെറിയ പോത്താളല്ലേ? ഏതെടുക്കാൻ നല്ല മുറ പോത്താളോ? എടുത്ത് വളർത്താൻ പറ്റിയ ഏതോ നല്ല പോത്താളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ? നമുക്ക് ഇതിനെ പറ്റി വലിയൊരു അറിവില്ലെങ്കിലും നമ്മൾ ചെറിയ അറിവ് വെച്ച് നമ്മൾ കൊമ്പ്. ഈ ചന്തയിൽ വന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാല്ലേ? നല്ല രസമല്ലേ? കച്ചവടം ഉറപ്പിച്ചത്, പന്നാളായിട്ട് നടത്തുന്നത്. വാണിയംകുളം ചന്ത പിന്നെ ഇങ്ങനെ എടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു ചന്ത ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഈ മധു ഇങ്ങനെ പറഞ്ഞോ പറയേണ്ടത്. കയറുമ്പോ പിടിച്ച് തല്ലൂടുണ്ടോ? പിടിയല്ല നിങ്ങൾ പിടി, ഞാൻ പിടിച്ചിട്ട് അറിയാണ്ടേ. കച്ചവടയോ?
അതെന്താ പുല്ല് വരി ടോക്കൺ കൊടുക്കണേ? 500 ഉറുപ്പിക എടുത്ത് അതായിട്ട് മുങ്ങിച്ചിട്ടേ പുല്ലാകുമ്പോ മുങ്ങിയാലും കുഴപ്പമില്ലല്ലോ. അവിടെ വിടുന്നില്ല. ஐயே பாத்துட்டீங்களா? പിന്നെ അയ്മാനെന്താ അയച്ചേ കൗണ്ടർ അതിനോ കച്ചവടമായിട്ടോ ചോടായി. നമുക്ക് ഇതേമാതിരി വാങ്ങണ്ടേ? നമ്മളിതേമാതിരി ഒന്നിനല്ല, നമ്മൾ ഈ ഒരു വരിയാണ് കൊണ്ടുപോകും. വരിയാണ് വാങ്ങൂലേ? നമ്മളെ നാട്ടിൽ നമ്മളെ സിദ്ധിയാക്കട്ടോ കാളുകൂട്ട് രംഗത്ത്, അതേപോലെ കന്നച്ചോട രംഗത്ത് എല്ലായിടത്തും ഉണ്ട്. നിങ്ങളെപ്പോഴും പോന്നപ്പോ ഞാൻ മുരാടുക്കാൻ ഞാൻ വന്നപ്പോഴേ ഇതെന്താ ലോകം തന്നെ വിചാരിച്ചേ. അത്രയും കന്നല്ലേ എത്ര ഇവിടെ പൈസ പുല്ലുകൊടുക്കണ്ട എന്താ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ സജീറിനോട് കുറച്ച് ദിവസം മുന്നേ അങ്ങനെ പറഞ്ഞല്ലോ. ഓ അങ്ങനെ പണിയാൻ തിരക്കാതെ ഇറങ്ങാണ്ടേ പിന്നെ കുറേ ദിവസമായി ഇങ്ങനെ കാണാന്നുള്ള പോകാൻ പറ്റില്ല, കൂടെ പോകാൻ ശങ്കരാടി പറയില്ലേ, പാലം കണ്ട് കറന്ന സുറോന്നിച്ചിട്ട് വരും. ഒരു 24-25 ലിറ്റർ പാല് കറന്നൊക്കെ ചെയ്തോ. അവിടെ കറന്നോക്കിട്ട് പാലുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ടേ നിന്റെ അടുത്ത് കുഞ്ഞിപ്പാത്ത അങ്ങനെ പറയില്ല, മറ്റുള്ളവർക്ക് പറയില്ല. അയാളുടെ പറഞ്ഞ ഇതിന്റെ മൂരുണ്ട് സൈറ്റില്ല ഉള്ള പശുവിനെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ ചങ്ങായിനെ ഓർമ്മയില്ല. ഞങ്ങൾ പണ്ട് ഡി എടുക്കാൻ പോയി ഹോണ്ടൻ്റെ ഷോറൂമൊക്കെ. അപ്പോൾ ഏത് കളറാണ് സാറ് നോക്കണ വെച്ചപ്പോൾ പറഞ്ഞു പൈക്കുട്ടിൻ്റെ കളറിൽ. പൈക്കുട്ടിൻ്റെ കളറിലെ ഡി അല്ലേ?
തട്ട് കിട്ടോ കൊടുക്കണ്ട ബസ്സിൽ കാട്ടി കൊണ്ടുപോയിക്കോട്ടെ. അതിന് നമുക്ക് പറ്റിയ സാധനങ്ങളുണ്ടാ. അപ്പൊ ഞാൻ 2000 രൂപ ഞാനിവിടെ ഈ ആലിന്റെ ചോട്ട് നമ്പർ കൊടുത്താൽ എന്തിനാ നമ്മള് പിന്നെ അടപ്പിൽ 3000 കൂടി വേണം. ഞാൻ തരാം. കുഞ്ഞുപോൽക്കാർക്ക് 3000 കൂടി വേണം. എന്തിനാ ഇങ്ങനെ അങ്ങനെ വേറൊരാൾ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടാകുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? എന്നിട്ട് 1000 രൂപ കൊണ്ടാണ് അതിനോ നമുക്ക് പറ്റിയ മുറ കുട്ടികളുണ്ട് കേട്ടോ. എന്താണ് നമുക്ക് എന്തായാലും പിന്നെയാണ് യൂട്യൂബ് 15 വർഷമായിട്ട് കണ്ണു പിടിക്കലാണ്. നിങ്ങള് വാങ്ങിയത് കൊടുക്കാനുള്ള വെയിലല്ലേ ഒന്ന് തണുപ്പിച്ചാനേ. നിങ്ങളെ ഫോട്ടോ എടുക്കാലോ. ചന്ദനായിട്ട് ആധികാരികപരമായിട്ട് തള്ളണം വെക്കണമെങ്കിൽ തള്ളിക്കോളി. നിന്റെ ചോദ്യം
അപ്പൊ ആഴ്ചക്ക് 3 കൊണ്ടിട്ട് 4 കൊണ്ടിട്ട് ഇടപാട് ചെയ്യണം. ഒരാഴ്ച കിട്ടാത്തോ പോകാത്തോ? നിങ്ങൾ എത്ര വർഷം ഇവിടെ വരൽ തുടങ്ങിയിട്ട്? ആദ്യം 20 ഇവിടെ എത്ര കൊല്ലം മുന്നേ ചന്ത തുടങ്ങി? ഐഡിയ ഇല്ലല്ലേ? സമീപിച്ചാ നിങ്ങൾ പറഞ്ഞോളേ. നിങ്ങളൊരു കസ്റ്റമറോട് പറഞ്ഞ മാതിരി തള്ളിക്കോളേ. ഈ മൂരി 22 രൂപയ്ക്ക് കിട്ടും. 22 രൂപയ്ക്ക് ഇതൊക്കെ നിങ്ങളതാ? തട്ട് കിട്ടുമല്ലോ പോലെ. അനിയോ ഇങ്ങോട്ട് വാ. ഇവിടെയാണ് വലിയ വലിയ പോത്താള്. അത് വരുന്നോക്ക് ഇങ്ങനെ ആക്കണം കേട്ടോ. അജ് പോത്തിനെ വാങ്ങിയിട്ട് ഇതേമാതിരി സുന്ദര കുട്ടപ്പനാക്കാം. ബാഹുബലി തട്ട് കിട്ടോ? ഇതിലേ പോവാ നമ്മള്. എനിക്ക് ധൈര്യം ഉണ്ട് കേട്ടോ. അനു വിചാരിച്ച മാറിയില്ല. അനുവിന് ഭയങ്കര ധൈര്യം. നമുക്ക് കുറവാണ്. കാരണം ഈ കന്നാളടിയിൽ തൊട്ട് കിട്ടുമെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അത് ചന്ത മുഴുവൻ നടന്നേ കാസർത്തനോ കാഴ്ചകൾ പറഞ്ഞാലേ കന്നാളെ കാണുന്നുണ്ടെങ്കിൽ വാണിയംകുളം വരണം. ഞാനും അനും കന്നാളടി കൂടി നടന്ന് കുഴങ്ങിന്നല്ലാതെ കന്നാള് മുഴുവൻ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനിയുണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അപ്പൊ എപ്പോഴും ഇത് കച്ചവടം എപ്പോഴും കയ്യല്? അത് നമുക്ക് വലിയ ഐഡിയ ഇല്ല അല്ലേ? സാധനം തലങ്ങും വിലങ്ങും വരുന്നുണ്ട്. അതേമാതിരി തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഇപ്പൊ നടന്നിട്ട് ഒരു ഭാഗമായിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗം കാണാണ്ട്. ഇത്ര വലിയൊരു ചന്ത ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ഒന്ന് കുടിച്ചാനും കച്ചവടമാക്കാൻ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ 500 ഇങ്ങനെ കിട്ടും. 500 ഒരു കന്നിനെ കച്ചവടമാക്കിയ 500. പിന്നെ അടുത്ത കന്നിന്റെ അടുത്തേക്ക് പോവാ കച്ചവടമാക്കുക. പിന്നെ നിലത്തുനിന്ന് കച്ചവടമാക്കാൻ പൈസ ഒന്നും വേണ്ട. ഇവിടെ ചട്ടിയറമ്പ് ചന്തയിലൊക്കെ പോകുമ്പോൾ 500 ചുറ്റി മടക്കിക്കാണ്ട് തോർത്തുണ്ട് ഇവിടുന്ന് മാറിക്കാം. ഇവിടെ കച്ചവടമൊക്കെ എങ്ങനെ വെച്ചാൽ അല്ലയോ ഇങ്ങനെ വരാ. ഇങ്ങനെ ഒരു പുല്ലുണ്ട് എടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം. സംഭവം രസമല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻസ് കൂടെ ഇനി ഇങ്ങനത്തെ വീഡിയോകള് ഇഷ്ടം പോലെ കാണാം അല്ലേ? അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ. വന്നാൽ കൂടി 2 ആൾക്ക് ഇറക്കം കൊടുക്കും. 3 അവിടെ കഞ്ഞി നിലവാരത്തിൽ വയ്ക്കും. പിന്നെ പറയാൻ നമ്മളെ വാണിയംകുളം ചന്തനെ പറ്റി കുറെ ആൾക്കാരോട് ചോദിച്ചു. ആര് എന്നാ അത് തുടങ്ങിയത്, എങ്ങനെയത് ഉണ്ടായത്? ഇത് പഴയ ഒരു വിവരം കിട്ടുന്ന ആൾക്കാരെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ചോദിച്ചു നോക്കാം. ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിവരങ്ങൾ ചെയ്യാം. ആർക്കത്തുണ്ട് ആ കണക്കിലുണ്ട്. അത് വലിച്ചു തരാം.
ചെറിയ കുട്ടി അല്ലേ? വാണിയംകുളം ചന്തക്ക് വന്നിട്ട് നമ്മൾ നടന്നു പോയങ്ങാന്നല്ലാതെ നമ്മൾ ഇതുവരെ കന്നാള മുഴുവൻ കണ്ടില്ല. കന്നാള് ലോകം എന്ന് പറഞ്ഞ വാണിയംകുളം ചന്തയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര അല്പമുള്ള ഒരു ചന്ത ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വരും. അനുവിനെന്താ പറയാനുള്ളത്?